ഇന്ത്യ UAE വിമാനയാത്രയിൽ ബാഗേജിൽ ഉൾപ്പെടുത്താൻ പാടില്ലാത്ത വസ്തുക്കൾ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പാക്കണമെന്ന് അധികൃതർ. എയർപോർട്ട് സുരക്ഷാ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ചെക്ക് ഇൻ ബാഗേജിൽ അനുവദനീയമല്ലാത്ത ഇനങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കാനും ലഗേജ് നിയന്ത്രണങ്ങൾ പാലിക്കണമെന്നും കസ്റ്റംസ് സിവിൽ ഏവിയേഷൻ അതോറിറ്റികൾ വ്യക്തമാക്കി. ഇന്ത്യൻ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ഇന്ത്യ UAE യാത്രയിൽ കൊണ്ടുപോകാവുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനായി എയർപോർട്ടുകൾ കസ്റ്റംസ് സിവിൽ ഏവിയേഷൻ അതോറിറ്റികൾ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ മനസ്സിലാക്കണമെന്നാണ് അധികൃതർ പറയുന്നത്. ചില ഇനങ്ങൾ ചെക്ക് ഇൻ ബാഗേജുകളിൽ അനുവദിച്ചിരിക്കുമെങ്കിലും കൊണ്ടുപോകുന്ന ലഗേജിൽ അവ അനുവദിച്ചിട്ടുണ്ടായിരിക്കില്ല. അതിനാൽ നിരോധിത വസ്തുക്കൾ ഏതൊക്കെയാണ് എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ്. എല്ലാ രാജ്യാന്തര യാത്രകളിലെയും പോലെ ഇറങ്ങുന്ന നഗരത്തിന്റെയോ രാജ്യത്തിന്റെയോ കസ്റ്റംസ് മാർഗനിർദ്ദേശങ്ങൾ യാത്രക്കാർ പരിശോധിക്കേണ്ടതുണ്ട്. ഇതുപ്രകാരം പുറത്തിറക്കിയ നിരോധിത വസ്തുക്കളുടെ പട്ടിക ഇങ്ങനെയാണ്. ക്യാബിൻ ലഗേജിൽ നെയ്യും വെണ്ണയും അനുവദിക്കുന്നതല്ല. ദ്രാവക സ്വഭാവം കാരണമാണ് ഇവ രണ്ടും നിരോധിത വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവ ക്യാരി ഓൺ ലഗേജിൽ കൊണ്ടുപോകാനാവില്ല. അത്തരം ഇനങ്ങൾ 100 മില്ലി എന്ന അളവിൽ എയറോസോൾസ്, ജെൽസ് എന്നിവയുടെ കീഴിൽ പരിമിതപ്പെടുത്തും. അതേസമയം ചെക്ക് ഇൻ ലഗേജിന്റെ കാര്യത്തിൽ ഒരു യാത്രക്കാരന് 5 കിലോ വരെ നെയ്യ് കൊണ്ടുപോകാം. മുളക്, അച്ചാർ ഒഴികെയുള്ള അച്ചാറുകൾ കയ്യിൽ കൊണ്ടുപോകുന്നതും ചെക്ക് ഇൻ ചെയ്യുന്നതുമായ ലഗേജുകളിൽ കൊണ്ടുപോകാം. മുളക്, അച്ചാർ ഹാൻഡ് ക്യാരിയിൽ അനുവദിക്കുന്നില്ല. എന്നാൽ എയർപോർട്ട് എയർലൈൻ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ചെക്ക് ഇൻ ലഗേജിൽ അച്ചാർ കൊണ്ടുപോകുന്നത് പരിമിതപ്പെടുത്തിയേക്കാം. ക്യാബിൻ ലഗേജിൽ സുഗന്ധവ്യഞ്ജനങ്ങളും സുഗന്ധവ്യഞ്ജന പൊടികളും അനുവദനീയമല്ല. എന്നാൽ ഇന്ത്യൻ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചെക്ക് ഇൻ ബാഗേജിൽ കൊണ്ടുപോകാം. 2022 മാർച്ചിൽ ഇന്ത്യൻ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി കൊപ്ര അഥവാ ഉണങ്ങിയ തേങ്ങ നിരോധിത ഇനങ്ങളുടെ പട്ടികയിൽ ചേർത്തിട്ടുണ്ട്. ഇത് കാരണം ചെക്ക് ഇൻ ബാഗേജിൽ കൊപ്ര കൊണ്ടുപോകാനാകില്ല. ഈ സിഗരറ്റുകൾ ഇന്ത്യൻ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ലിസ്റ്റിലെ നിരോധിത ഇനങ്ങളാണ്. ചെക്ക് ഇൻ ലഗേജിലോ ഹാൻഡ് ക്യാരിയിലോ ഇത് അനുവദിക്കുന്നതല്ല. അതേസമയം എയർപോർട്ടിൽ നിന്നോ എയർലൈൻ കമ്പനികളുടെ വെബ്സൈറ്റിൽ നിന്നോ നിങ്ങൾക്ക് നിരോധിത വസ്തുക്കളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. ഇനി പ്രവാസികളെ അലട്ടുന്ന മറ്റൊരു പ്രശ്നമാണ് ടിക്കറ്റ് നിരക്ക്. ഭീമമായ വർധനവാണ് കമ്പനികൾ വരുത്തിയിരിക്കുന്നത്. ചെറിയ വർധനവൊന്നുമല്ല നിരക്കുകളിൽ ഉണ്ടായിരിക്കുന്നത്. ക്രിസ്തുമസ്, ന്യൂ ഇയർ സീസണിലെ തിരക്ക് കണക്കിലെടുത്ത് ഏതാണ്ട് 3 ഇരട്ടിയോളം വർധനവാണ് വിമാന ടിക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. UAE, സൗദി, ഖത്തർ തുടങ്ങിയ പ്രമുഖ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്ര ദുഷ്കരമാക്കിക്കൊണ്ടാണ് വില വർധനവ് ഭീഷണിയാകുന്നത്. പല ട്രാവൽ ഏജൻസികളും തിരക്ക് മുൻകൂട്ടി കണ്ട് ടിക്കറ്റുകൾ കൂട്ടത്തോടെ വാങ്ങിക്കൂട്ടുന്നതും നിലവിലെ ക്രമാതീതമായ നിരക്ക് വർധനയ്ക്ക് ഒരു പരിധിവരെ കാരണമാകുന്നുണ്ട്. ഇതോടെ ഗൾഫ് നാടുകളിൽ നിന്ന് കുടുംബമായും ഒറ്റയ്ക്കുമൊക്കെ നാട്ടിലേക്ക് പോവാനിറങ്ങിയ പലരും യാത്ര നീട്ടിവെക്കുകയാണ്. സാധാരണയായി അനുവദിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് ഈ സീസണിൽ വേണമെന്നാണ് പ്രവാസികൾ കാലങ്ങളായി ആവശ്യപ്പെടുന്ന കാര്യം. 1 ലക്ഷത്തോളം യാത്രക്കാരുണ്ടാവുന്ന സീസണിൽ സീറ്റുകൾ 60% മാത്രമാണ് ലഭ്യമാവുക. അങ്ങനെയുള്ള സമയത്ത് ചാർട്ടേഡ് വിമാനങ്ങൾ സർവീസ് വർദ്ധിപ്പിക്കൽ എന്നിങ്ങനെയുള്ള നടപടികൾ വേണമെന്നാണ് പ്രധാനമായും ഉയരുന്ന മറ്റൊരാവശ്യം. ഡിസംബർ മാസത്തിൽ വലിയ വിലയാണ് വിമാനയാത്രയ്ക്ക് കൊടുക്കേണ്ടി വരിക. നവംബറിലെ റേറ്റിൽ നിന്നും ഗണ്യമായ വർധനവ് അടുത്ത മാസം നിലവിലുണ്ടാകും.